ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇന്ത്യയിലെ 7 യൂണിയൻ ടെറിട്ടറിയിൽ ഒരെണ്ണമായിട്ടുള്ള പുതുച്ചേരി എന്നറിയപ്പെടുന്ന പോണ്ടിച്ചേരിയിലാണ്. സോ വെൽക്കം ടു പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ് ഇന്ത്യൻ കോഫി ഹൗസ്. അവിടുത്തെ ഈ ഫ്രഞ്ച് ടോസ്റ്റും പിന്നെ പൊങ്കലൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. പോണ്ടിച്ചേരി പോകുന്ന ആൾക്കാർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഇന്ത്യൻ കോഫി ഹൗസ്. 70 വർഷമായിട്ട് ഭക്ഷണം വിളമ്പുന്ന സ്ഥലമാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്തുമാത്രം പ്രാധാന്യമുള്ള സ്ഥലമാണ്. രാവിലെ അപ്പന്മാരൊക്കെ വന്നിരുന്ന് അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് അവിടുത്തെ പൊങ്കലാണ്. അതിൻ്റെ കൂടെ ചട്നി സാമ്പാറൊക്കെ ആയിട്ട് ഒരു കിഡു ഐറ്റം. നിങ്ങൾ എന്തായാലും പോകുമ്പോഴത്തേനും അത് ട്രൈ ചെയ്യണം കേട്ടോ. നെയ്യുടെയൊക്കെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർബാണ്. പിന്നെ അവിടുത്തെ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ് അവിടുത്തെ ഫ്രഞ്ച് ടോസ്റ്റ്. ബോംബെ ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചോദിക്കേണ്ടത്. അതും ഒരു രക്ഷയില്ലാത്ത സംഭവമായിട്ട് ഒത്തിരി റിവ്യൂസും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ബോണസ് എന്ന് പറഞ്ഞ രീതിക്ക് ഞാൻ സാമ്പാർ വട കൂടെ ഓർഡർ ചെയ്തു. അതൊരു ഓക്കെ സാധനം. പിന്നെ കോഫി എനിക്ക് അവിടുത്തെ അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ കുറേ പേരൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ എല്ലാം അഫോർഡബിളാണ് കേട്ടോ. കുറച്ച് പൈസ ആയിട്ടുള്ളൂ. അതിന് അതിൻ്റെ അടുത്തൊരു അപ്പാപ്പൻ്റെ കടയുണ്ട്. അവിടെ നിന്ന് ഞാൻ പണ്ടത്തെ ടൈപ്പ് പെപ്സി ഇല്ലേ, അതായത് നമ്മുടെ ഇട്ടാ പൊട്ടുന്ന കുപ്പി, അത് മേടിച്ചു. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാൻ സമയമായി. ഞാനിവിടെ വരുന്നതിന് മുന്നേ തന്നെ കേട്ടിട്ടുണ്ട് കാമാച്ചി ബിരിയാണിയെ പറ്റി. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് വന്നേക്കുവാണ് കേട്ടോ. ഭയങ്കര ക്രൗഡാണ് ഞങ്ങൾ വന്നപ്പോഴത്തേനും. വേണമെങ്കിൽ നമുക്ക് പാഴ്സലൊക്കെ മേടിക്കേണ്ടതെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞാൽ മതി. അവർ ബില്ലൊക്കെ തന്നതിന് ശേഷം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോൾ തരും. ഒരു 5-10 മിനിറ്റിൽ തരും. പക്ഷേ ഞങ്ങൾ ഡൈൻ ഇൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് അവർ പറഞ്ഞു പേരൊക്കെ എഴുതിയെടുത്തു. എന്നിട്ട് പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നേക്ക്, അപ്പോഴത്തേനും നിങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തേക്കാണ്. അത്രയും തിരക്കാണ്. കയറിപ്പോയപ്പോൾ ഞങ്ങൾ എന്നെ പേടിച്ചു ശരിക്കും. ഇവരെല്ലാം ഈ ഡൈനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവരൊക്കെ പാഴ്സലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ഫ്ലോറൊക്കെ ഉണ്ട് എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. കാണുമ്പോൾ ആ ഒരു ലുക്കൊന്നുമില്ല, ചെറുതാന്നേ തോന്നുള്ളൂ. ഒരു ചിക്കൻ 65 ബിരിയാണിയും പിന്നെ ഫിഷ് ഫ്രൈയും ഇല്ലേ, അതും എടുത്തോ. നല്ല ബെറ്റർ ഏതാ? ഫുൾ ഫിഷ് അത് വേണ്ട. ഇത് ചിക്കൻ 65 ബിരിയാണിയും ഇത് മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. ഹാഫ് മട്ടൻ ബിരിയാണി ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ഫുള്ളി തന്നെ ഓർഡർ ചെയ്തു. ഇതാണ് മട്ടൻ ബിരിയാണി. അതുകൂടെ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതാണ് ഇത്. ഇതിൻ്റെ കൂടെ ഗ്രേവി ഉണ്ട് കേട്ടോ. പിന്നെ സാലഡും ഉണ്ട്. എരിവൊക്കെ ഉണ്ട് നല്ല. പിന്നെ ഒത്തിരി ഇങ്ങനെ മസാല ആയതുകൊണ്ട് പെട്ടെന്ന് മടുക്കാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ 65 നല്ല. മട്ടൻ ബിരിയാണി നോക്കട്ടെ. മട്ടൻ സോഫ്റ്റ് അല്ല, നല്ല കട്ടിയുണ്ട്. റൈസ് രണ്ടും കണ്ടാലും ഒരുപോലെ തോന്നും, പക്ഷേ ഫ്ലേവേഴ്സിന് നല്ല ചേഞ്ച് ഉണ്ട്. എനിക്ക് ഈ 2 ബിരിയാണി നോക്കുമ്പോഴത്തേനും ചിക്കൻ 65 കൂടുതൽ ഇഷ്ടമായത്. ഫൈനലായിട്ട് ഞാനൊരു ജിഗർദാൻ്റെ കൂടെ പറഞ്ഞു കേട്ടോ. ഇതിങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് വരിക. പൊട്ടിക്കാൻ പറ്റുമോ? ഓ, ഞാൻ മുന്നേ ജിഗർദാൻ്റെ കുടിച്ചിട്ടുണ്ട്, പക്ഷെ അതേ കണക്കല്ല. അതിന് നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലൊരു പാലട കുടിക്കുന്ന കണക്കൊരു ഫീലാണ്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. നമുക്ക് 999 രൂപയാണ് ബില്ലായിട്ടുള്ളത്. ഇവിടെ മട്ടൻ ബിരിയാണിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്താണെങ്കിൽ ഞങ്ങൾക്ക് 2 കുഞ്ഞ് പീസ് മാത്രമേ കിട്ടിയുള്ളൂ.
ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ചെടുത്ത് ഇലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒരു 2 പീസ് കിട്ടി, അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ നോക്കിയിട്ടും പീസസ് ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ഭയങ്കര ഹൈപ്പിനനുസരിച്ച് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമ്മളെ ഈ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണിയൊക്കെ ഇല്ലേ, എനിക്ക് അതിൻ്റെ അത്ര ടേസ്റ്റ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അത്ര ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി അതിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടമായത്. കുഴപ്പമില്ലാത്തൊരു ഇതുള്ളൂ, ഇത്ര ഹൈപ്പിന് വേണ്ടിയിട്ട് ഉള്ളതൊന്നുമില്ല, കുഴപ്പമില്ല, കഴിക്കാൻ നല്ലതാണ്. ഒരു തമിഴ് സ്റ്റൈൽ ബിരിയാണിയൊക്കെ കഴിക്കണമെങ്കിൽ നല്ല സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ വൈറ്റ് ടൗണിലുള്ള ഭാരതി പാർക്കിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ എൻട്രൻസ് ഫീയും കാര്യങ്ങളും ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ടോ. ഉച്ചയ്ക്ക് നല്ല വെയിലൊക്കെ അല്ലേ, അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്നിരിക്കാനൊക്കെ രസമുണ്ട്. വലിയ ചൂടൊന്നും അറിയുന്നില്ല, പക്ഷെ പുറത്തൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ. നമുക്കങ്ങോട്ട് സഹിക്കാനൊന്നും പറ്റുന്നില്ല. നമ്മുടെ നാട്ടിൽ നല്ല മഴയൊക്കെയുള്ള ആ ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും അത് അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് അത്രയും നമുക്ക് പറ്റുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പാർക്കിലൊക്കെ വന്ന് കുറച്ച് നേരം ഇരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഫ്രഞ്ചുകാരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന ആ ഒരു സംഭവമൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ആയി എന്ന് പറയുന്നൊരു വേശ്യ സ്ത്രീയുടെ വീട് പുള്ളിക്കാരി വെള്ളം സംഭരിക്കാനൊക്കെ ആയിട്ട് കൊടുത്തു. അപ്പോൾ ആ പുള്ളിക്കാരിയുടെയൊക്കെ പേരിൻ്റെ ഒക്കെയാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത്. അപ്പം ആ സമയത്ത് വെള്ളത്തിന് അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുടെ പേരിലൊക്കെയാണ് ഈ മോണുമെൻറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. 1940 വരെ ഇവിടെ ഫ്രഞ്ച് പരേഡ് മൈതാനമായിട്ടായിരുന്നു ഈ മൈതാനം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ആ ആയി എന്ന് പറയുന്ന സ്ത്രീ കേട്ടോ. പുള്ളിക്കാരിയുടെ ഒരു കുഞ്ഞു പ്രതിമയൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു പ്രതിമ, നല്ല ആഭരണമൊക്കെ ഇട്ട് നടക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും. അല്ലെങ്കിൽ തമിഴ് ലേഡീസ് അങ്ങനെയാണല്ലോ, ഒത്തിരി ഗോൾഡൊക്കെ ഇട്ടിട്ടല്ലേ നടക്കുക. പിന്നെ ഈ മൈതാനമൊക്കെ ആണെങ്കിൽ ചിൽഡ്രൻസ് പാർക്ക് ഒക്കെ ഉണ്ട് ഒരു സൈഡിൽ. എല്ലാവരും ഈ നടക്കാനും ഒക്കെ വരുന്നൊരു പാർക്കാണ്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഒരു ചൂടുള്ള ഒരു ഏരിയയിൽ നിന്ന് ഒന്ന് ഫ്രഷായിട്ടൊന്ന് മാറി നിൽക്കുന്ന ശുദ്ധവായുവൊക്കെ ശ്വസിക്കണമെങ്കിൽ വരാൻ പറ്റിയ സ്ഥലമാണ്. ഈ മോണുമെൻറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഗ്രീക്കോ റോമൻ സ്റ്റൈലിലാണ് കേട്ടോ. ഭാരതി പാർക്കിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഇങ്ങനെ മഹാത്മാഗാന്ധിയുടെ ഒരു സ്കൾപ്ചർ കണ്ടോ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോഴത്തേനും ഇവിടെ ബീച്ചൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ടേ ട്രിബ്യൂട്ട് വാൾ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. ഇത് ഈ സ്വാതന്ത്ര്യ സമര സേനാനിമാരുടെ പേരൊക്കെ ഇങ്ങനെ ടൈൽസിൽ എഴുതിയിരിക്കുന്ന സംഭവമാണ്. അവരേത് സ്റ്റേറ്റിലാണ്, ഏത് വർഷം വരെ ജനിച്ചു, മരിച്ചു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്. പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോസൊക്കെ ഉണ്ട്. ആ ഒരു ഏരിയ ഇത്. ഈ ബീച്ചിൻ്റെ പേര് റോക്ക് ബീച്ച് എന്നാണ് കേട്ടോ. ഇവിടെ മൊത്തം ഇങ്ങനെ ബ്ലാക്ക് കളറിലെ കല്ല. നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, തിരമാല ഇങ്ങനെ അടിച്ച് പൊങ്ങി വരുന്ന ഒരു ബീച്ച്, അതാണ് കേട്ടോ ഇത്. ചിലപ്പോൾ തിരമാല കല്ലിലടിച്ച് ഇങ്ങനെ പൊങ്ങി വരാറുണ്ട്. ഇവിടുത്തെ സൺറൈസ് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് ഫേമസ് ആയിട്ടുള്ളത്. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കേ ഈ തീരം മൊത്തം അങ്ങറ്റം വരെ ബ്ലാക്ക് കളറിലുള്ള കരിങ്കല്ലില്ലേ, അതാ സംഭവം. നല്ല രസമുണ്ട്. പക്ഷെ ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഈവനിങ് ഒക്കെ വരാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ രാവിലെ വരണം. നമ്മൾ അബദ്ധത്തിൽ ഈ സ്ഥലത്ത് വന്ന് പെട്ടെങ്കിലും നല്ല രസമുണ്ട്. ഇവിടെ സ്വിമ്മിങ് അലൗഡ് അല്ല, കാരണം സേഫ് അല്ല. ഭയങ്കര രീതിക്കാണ് തിരമാല വന്ന് അടിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്ര സേഫ് അല്ല. ഇങ്ങോട്ട് കാല് നനയ്ക്കാൻ പോലും ഇറങ്ങാൻ പാടില്ല. പക്ഷെ കുറേ ആൾക്കാർ അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ഇറങ്ങുന്നുണ്ട്. ഗാർഡ് കണ്ടു കഴിഞ്ഞാൽ അവരോടൊക്കെ കയറാൻ പറയും കേട്ടോ. റോക്ക് ബീച്ചിൽ നിന്ന് നമ്മൾ ഈ റോഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഈ സൈഡിലൊരു ക്രാഫ്റ്റ് ബസാർ കണ്ടു കേട്ടോ. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ്. അത് നല്ല രസമുണ്ട് ചെയ്തേക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു എൻട്രൻസ്, പിന്നെ ഈ 2 സൈഡിലായിട്ടും ഇങ്ങനെ, അതായത് അവർക്ക് സ്പെസിഫിക് ആയിട്ടൊരു ഷോപ്പ് കണക്ക് പക്ഷേ ക്ലോസ്ഡ് അല്ലാത്തൊരു ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ സ്റ്റോൾ മാതിരി വിൽക്കുന്നുണ്ട്. അത് ഒരു നല്ല നീറ്റായിട്ടുള്ളൊരു ഏരിയ. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ക്രാഫ്റ്റ് വർക്ക്സ് ആണ് കേട്ടോ. ഈ ബാഗ്സ് ഒക്കെ കണ്ടോ, നല്ല ഭംഗിയില്ല. ഈ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം കേട്ടോ. ഇതെല്ലാം ഹാൻഡ് വർക്കാണ്, ഹാൻഡ് മെയ്ഡ് സംഭവങ്ങളാണ്. ഈ ബീഡ്സിൻ്റെ ഒക്കെ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ. നമ്മൾ ആ ഹാൻഡ് മെയ്ഡ് ബസാറിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ സൈഡിലോട്ട് ഈ റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ചർച്ച ഉണ്ടെന്നാണ് കേട്ടെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുക. 210 മീറ്റർ നടന്നാൽ മതി. നമ്മൾ ഈ ചർച്ചിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഈ വീഡിയോസൊക്കെ കാണാറുണ്ട്. പോണ്ടിച്ചേരിയിൽ ഈ ഫ്രണ്ട് സിറ്റിയിലൊക്കെയുള്ള ഒരു യെല്ലോ കളർ ബിൽഡിംഗ് ഒക്കെ അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ 2 സൈഡും. കുറച്ച് ആൾക്കാർ ഇവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തേടി വന്ന ചർച്ചിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഡോമസ് ഡേ എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ടിൽ എഴുതി വയ്ക്കുന്നത്. ഇതാണ് പള്ളിയുടെ ഉൾഭാഗം.
ഇവിടെ ആരും ഇല്ല കേട്ടോ, ഭയങ്കര എക്കോയാണ് അത് കാരണം സംസാരിക്കുമ്പോൾ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ്. അതാണ് കുമ്പസാരക്കൂട്. നമ്മൾ ഇവിടെ ഇങ്ങനെ മുട്ടൂത്തി ഇരുന്നിട്ടായിരിക്കും നമ്മൾ കുമ്പസാരിക്കുക അച്ഛനോട്. അപ്പോൾ ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ, എന്നിട്ട് കാണാം. ഈ ചർച്ചിനെ അവർ ചർച്ച് ഓഫ് ലേഡി ഓഫ് ഏഞ്ചൽസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് 4th ഓൾഡസ്റ്റ് ചർച്ച് ഇൻ പോണ്ടിച്ചേരിയാണ്. ഒത്തിരി ഈ പിൽഗ്രിംസില്ലേ അവർ വരാറുണ്ട്, അതായത് നമ്മുടെ തീർത്ഥാടകരില്ലേ അവരിവിടെ വരാറുണ്ട്. അത്രയും ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന ഒരു പള്ളിയാണ്. കാത്തലിക് ചർച്ചാണിത്. 1738 ഇത് സ്ഥാപിച്ചത്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 2 ഡ്രിങ്ക് മേടിച്ചു, കാരണം ഭയങ്കര ഡീഹൈഡ്രേഷനാണ് ചൂട് കാരണമേ. ബവേറിയ ഫ്ലേവേർഡ് മാൾട്ട് ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇത്. ലെമൺ ജിഞ്ചർ ലൈമാണ് കേട്ടോ സംഭവം. പിന്നെ കൊക്കക്കോളയുടെ വാനില ഫ്ലേവർ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇതും 2 നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തോ ചെയ്യും, ജിഞ്ചറിൻ്റെയും ലൈമിൻ്റെയൊക്കെ ഫ്ലേവർ നല്ല കണക്കുണ്ട്, ഭയങ്കര റിഫ്രഷിങ് ആണ് കേട്ടോ. ഇത് എത്ര രൂപയാണ്? ഇത് മെയ്ഡ് ഇൻ ഹോളണ്ട് ആണ് കേട്ടോ. 146 രൂപ ഇതിൻ്റെ പ്രൈസ്. ഇനി നമുക്ക് വാനിലയുടെ ഫ്ലേവർ കൊക്കക്കോള നോക്കാം. കൊക്കക്കോളയിലേ വാനില ഐസ്ക്രീമൊക്കെ മുക്കിയത് എങ്ങനെ ഉണ്ടാവും അതേ കണക്ക്. നമ്മുടെ നോർമൽ കൊക്കക്കോളയിൽ വാനില എസൻസ് ഇല്ലേ, അതൊരു 2-3 ഡ്രോപ്പ് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും അതേ കണക്ക്. എനിക്ക് ഇതിനേക്കാളും മുന്നേ കുടിച്ചില്ലേ ആ ഡ്രിങ്ക് ഇഷ്ടമായത്. ഇത് മെയ്ഡ് ഇൻ മലേഷ്യ ആണ് കേട്ടോ. പോണ്ടിച്ചേരിയിൽ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. അപ്പം ഇത് 9 മണി മുതൽ 6 മണി വരെ ആ വർക്കിങ്. അപ്പോൾ ഇനി നമുക്കിപ്പോൾ സമയം തന്നെ 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്കിതൊന്ന് കയറി കാണാം. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ മ്യൂസിയം ലൈബ്രറിയും ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കുറേ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഫോസിൽ വുഡാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള സ്കൾപ്ചേഴ്സാണ്. ഇതാണ് ദേവി അമ്മൻ, ഇത് ബ്രഹ്മ, ഇത് മഹാലക്ഷ്മി, നന്ദി. പിന്നെ കണ്ടോ ഈ പില്ലേഴ്സ് നമുക്ക് ഈ പോണ്ടിച്ചേരിയിൽ പല ഭാഗത്തും കാണാൻ പറ്റുന്ന ഒരു പില്ലറാണ്. ഇതിന് ഇൻസ്ക്രൈബ്ഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഗ്രാനൈറ്റിലാണ് നിർമ്മിച്ചേക്കുന്നത്. ഈ വിഷ്ണുവിൻ്റെ പ്രതിമ കണ്ടോ, പകുതി ഇങ്ങനെ ബ്രോക്കൺ ആയിട്ടുള്ള സംഭവം. ഇത് 16th സെഞ്ച്വറിയിലേ ഉള്ള പ്രതിമയാണ് കേട്ടോ പറയുന്നത്. വിജയനഗർ കാലഘട്ടം ഉണ്ടല്ലോ അത്. ഇത് കടലിൽ നിന്നാണ് കിട്ടിയത്. ഇവിടെ ഫോറിനേഴ്സിന് 50 റുപ്പീസും അഡൾട്ട്സിന് 10 രൂപയും ചിൽഡ്രൻസിന് 5 രൂപയുണ്ടോ. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഞാൻ ഏതായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നമുക്ക് അകത്ത് പോയി കണ്ടിട്ട് വിശേഷങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ നമ്മൾ മ്യൂസിയം ഒക്കെ കണ്ടിട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ പണ്ടത്തെ കോയിൻസ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ പണ്ട് പുരാതന കാലം മുതലേയൊക്കെ ഉള്ള കോയിൻസ് ഒക്കെ ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കോയിൻസൊക്കെ ഭയങ്കര ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ബാലരാമവർമ്മയുടെ കാലഘട്ടം, പിന്നെ മുഗൾ ഭരണ അവിടത്തെയൊക്കെ അറബിക്കിലൊക്കെ എഴുതിയേക്കുന്ന കുഞ്ഞു കുഞ്ഞു കോയിൻസും അങ്ങനെ ഭയങ്കര ഡോട്ടും ഉണ്ട്. ഇങ്ങനെ ഇപ്പോൾ 6 ആണെങ്കിൽ 6 ഡോട്ട്, 3 ആണെങ്കിൽ 3 ഡോട്ട്, അങ്ങനെ ഡോട്ടുകൾ കൊണ്ട് കണക്ക് നോക്കുന്ന ആ കുറേ അങ്ങനത്തെ ടൈപ്പ് കോയിൻസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പണ്ടുണ്ടായിരുന്ന. ഇന്ത്യയിൽ പണ്ട് കുറേ മഹാരാജ്യങ്ങളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തൊക്കെ ഓരോരോ മഹാരാജ്യത്ത് ഉപയോഗിച്ചിരുന്ന കോയിൻസ് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഒത്തിരി എന്താ പറയുക ഫോസിൽസ് കുറേ ഉണ്ട്. പിന്നെ വാളും ഗണ്ണും അങ്ങനത്തെ ഒക്കെ കുറേ സംഭവം, അങ്ങനെ ഒത്തിരി സംഭവം കൊള്ളാം. എനിക്ക് പ്രധാനമായിട്ട് ആ കോയിൻസിൻ്റെ സെക്ഷനാണ് ഇഷ്ടമായി. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കുറേ കോയിൻസൊക്കെ കിട്ടി. പിന്നെ വെസൽസിൻ്റെയും പാത്രങ്ങളുടെയും പണ്ടത്തൊക്കെ അങ്ങനത്തെ കുറേ കളക്ഷൻ ഇതൊക്കെയായിരുന്നു. പിന്നെ ഇതേണൊക്കെ കുറച്ച് പ്രതിമകളൊക്കെ അകത്തുമൊക്കെയുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ചൊക്കെ മറന്നുപോയി, പക്ഷെ കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. നമ്മൾ ഇന്ന് കണ്ട ഏരിയാസൊക്കെ ഈ പോണ്ടിച്ചേരി വൈറ്റ് ടൗൺ ഏരിയയിൽ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടെ സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പം തന്നെ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.